ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു ധാരണയുണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇറങ്ങി ബോംബിടൽ തുടങ്ങി. ഇത്രമാത്രം കനത്ത ബോംബിംഗ് താൻ ഇതുവരെ കണ്ടിട്ടില്ല. തനിക്ക് ഇസ്രായേലിനെ അടക്കി നിർത്തേണ്ടി വന്നു. വളരെ കാലമായി പോരടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്നാണ് സമാധാനപ്രിയനെന്ന് നടിക്കുന്ന ട്രംപിന്റെ ഭാഗം. മറ്റാരും പറഞ്ഞില്ലെങ്കിലും ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നിൽ താനാണെന്നാണ് കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ വിമർശനങ്ങൾ നേരിടുന്ന ഡൊണാൾഡ് ട്രംപ് സ്വയമേ പറഞ്ഞു വെക്കുന്നത്. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചത് താനാണെന്ന് ട്രംപ് തന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന് പിന്തുണയേകി അമേരിക്ക ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ബോംബാക്രമണത്തിന് തിരിച്ചടിയായി 23-ന് രാത്രി ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചിരുന്നു. പിന്നാലെ ഇരു രാജ്യവും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് അതിനാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഇരു രാജ്യവും തന്നെ സമീപിച്ചെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ആക്രമിക്കപ്പെട്ട തങ്ങളല്ല, ആക്രമിച്ച ഇസ്രായേലാണ് ആദ്യം വെടിനിർത്തേണ്ടതെന്ന ഇറാൻ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരോഗ്ചിയുടെ പ്രസ്താവന അവകാശവാദത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടിയിരുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങളും വെടിനിർത്തൽ അംഗീകരിക്കൂ എന്നും അരാഗ്ചി വ്യക്തമാക്കിയിരുന്നു. ബോംബ് ആക്രമണത്തിന് ശേഷം സ്വന്തം രാജ്യത്ത് വിമർശനം നേരിട്ട ട്രംപിന് ഇപ്പോൾ സമാധാന ദൂതനായി മാറേണ്ടി വന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. അവിടെയാണ് ട്രംപിന്റെ വിജയവും. സമാധാനപ്രിയനാണെന്ന് സ്വയം വരുത്തി തീർത്ത് നൊബേൽ അടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ കുതന്ത്രങ്ങളുടെ ഒരു ഘട്ടം കൂടി പൂർണ്ണമായിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലുൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയെന്നും നൊബേൽ പുരസ്കാരത്തിന് താൻ അർഹനായിരുന്നെന്നുമാണ് ട്രംപിന്റെ വാദം. പുരസ്കാരം 4 or 5 തവണ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ഘോര പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് ശക്തി പോരെന്ന് കണ്ട് അത്യാധുനിക സംവിധാനമുള്ള യുദ്ധവിമാനമായ B-2 ബങ്കർ ബസ്റ്റർ മിസൈലിലൂടെ ആക്രമണം നടത്തിയ രാജ്യമാണ് അമേരിക്ക. അതിന് നേതൃത്വം നൽകിയ ട്രംപാണ് സമാധാനപ്രിയൻ എന്ന രീതിയിൽ മേനി നടിക്കുന്നത്. ഇന്ത്യക്കെതിരായ പാക് ആക്രമണത്തിൽ വിരാമം ഇടാൻ താൻ ഇടപെട്ടെന്ന അവകാശവാദമായിരുന്നു ട്രംപ് ആദ്യം ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇത് നിഷേധിച്ചതോടെ ട്രംപിന്റെ കള്ളി അന്നും വെളിച്ചതായതാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും നിർത്തിയതിന് തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. സെർബിയയും കൊസോവോയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിന് തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. എന്ത് ചെയ്താലും തനിക്ക് നോബൽ സമ്മാനം ലഭിക്കില്ല. ലിബറലുകൾക്ക് മാത്രമേ നൊബേൽ നൽകുന്നുള്ളൂ എന്ന വിഷമത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു പാകിസ്ഥാനും ട്രംപ് നൊബേലിന് അർഹനാണെന്ന് നാമനിർദ്ദേശം ചെയ്തത്. അതോടെ ട്രംപിന്റെ സ്വപ്നം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കുമോ? മാത്രമോ, തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ബറാക് ഒബാമയ്ക്കും കിട്ടിയിട്ടുണ്ട് നൊബേൽ. അങ്ങനാവുമ്പോ നൊബേലിലേക്ക് എത്താനുള്ള അടുത്ത കരുക്കൾ നീക്കാതെ എങ്ങനെ അടങ്ങിയിരിക്കും ട്രംപ്? ഉറച്ച നിലപാടാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്യന്തം ഇരട്ടത്താപ്പുകളും കള്ളങ്ങളുമായി ദിനംപ്രതി മുന്നോട്ട് പോകുന്ന ട്രംപിന്റെ സമാനമായ നീക്കങ്ങൾക്ക് അന്ത്യമുണ്ടാകില്ലെന്നത് ഉറപ്പാണ്.